എഴുത്ത് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവൻ നിലനിർത്തുന്ന, എന്നെ സംബന്ധിച്ചിടത്തോളം എന്നിലേക്ക് ജീവിതത്തെ കൊണ്ടെത്തിക്കുന്ന വലിയ ഒരു ഊർജമാണ്. ബീന കണ്ട ലോകം എന്ന ഈ പരിപാടി ഇവിടെ ആരംഭിക്കുകയാണ്. കെ ബീന എഴുതാൻ തുടങ്ങിയിട്ട് 45 വർഷങ്ങളാണ്. ആ 45 വർഷത്തെ അടയാളപ്പെടുത്തുന്ന ഒരു പരിപാടിയാണ്. 45 വർഷം എന്ന് പറയുമ്പോൾ 1978 മുതലാണ് ബീന എഴുതി തുടങ്ങിയത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എം ഡി വാസുദേവൻ അയച്ചിരിക്കുന്ന കത്ത് 1978 കത്തയച്ചിട്ടുള്ളത്. അങ്ങനെ 1978 മുതൽ 2023 വരെയുള്ള ദീർഘമായ 45 വർഷത്തെ എഴുത്തിൻ്റെ ലോകം, ആ എഴുത്തിൻ്റെ വഴികൾ, എഴുത്തിൻ്റെ വളവുതിരിവുകൾ ഒക്കെ തന്നെ നമുക്ക് കാണാനും അറിയാനുമുള്ള ഒരു സന്ദർഭമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. 1978 ഒരാൾ എഴുതുക എന്ന് പറയുന്നത് വളരെ ഇന്നത്തെ പോലെ വളരെ അനായാസമായ ഒരു കർമ്മമല്ല, വളരെ ക്ലേശകരമായ ഒരു അനുഭവമായി. കാരണം 70കളുടെ അവസാനം എന്ന് പറയുന്നത് ഇന്ത്യയും കേരളത്തെയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ രാഷ്ട്രീയ പരിണാമങ്ങളും സാമൂഹ്യ മാറ്റങ്ങളും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമായി. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം വന്ന ഒരു കാലം. അന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം മലയാളത്തിൽ ആധുനികത എന്ന് പറയുന്ന ആ പ്രസ്ഥാനം അത് വേറൊരു തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ രൂപാന്തരങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ കേരളത്തിലെ രാഷ്ട്രീയ ഭൂമിയിലേക്ക് വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരുന്നു. ഇടതുപക്ഷ തീവ്രവാദ ആശയങ്ങൾ വളരെ ശക്തമായി വന്നുകൊണ്ടിരുന്നു. ഭാഷയിലും ശൈലിയിലും ഒക്കെ തന്നെ മാറ്റങ്ങൾ സംജാതമായി. അങ്ങനെ സത്യത്തിൽ ഒരു സംക്രമണ കാലഘട്ടം എന്ന് നമുക്ക് 1970കളുടെ അവസാനത്തെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും. അങ്ങനെ ആ ഒരു പ്രത്യേക സംക്രമണ കാലഘട്ടത്തിലാണ് കെ ബീന എഴുതി തുടങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബീനയുടെ ആ എഴുത്തിൻ്റെ ആ ചുവടുവെപ്പ് തന്നെ അത്തരം ഒരു രാഷ്ട്രീയ സാമൂഹ്യ കാലാവസ്ഥയിൽ നിന്നും ഞാനിന്ന് മനസ്സിലാക്കുന്ന ബീന ബാലവേദി എന്നൊരു പ്രസ്ഥാനത്തിലൂടെയാണ് വന്നത്. ബാലവേദി കേരളത്തിലെ ഒരു ഇടതുപക്ഷ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന, സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സാമൂഹ്യ സംഘടനയാണ് ഈ ബാലവേദി എന്ന് പറയുന്നത്. അങ്ങനെ ബാലവേദിയിൽ നിന്നാണ് ബീന മുന്നോട്ട് വന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ മൂല്യങ്ങൾ, അന്ന് ബാലവേദി ഉയർത്തിപ്പിടിച്ച ബാലവേദി എന്ന് പറയുന്ന ആ സംഘടന, ഇടതുപക്ഷ ആശയങ്ങൾ, സോഷ്യലിസ്റ്റ് ആശയങ്ങളുള്ള ആ സംഘടന ഉയർത്തിപ്പിടിച്ച ആശയങ്ങളൊക്കെ തന്നെ, അതിൻ്റെ മൂല്യങ്ങളൊക്കെ തന്നെ ഈ 45 വർഷക്കാലവും മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ് ഞാൻ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്നുള്ളത്. അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് വളരെ അപൂർവ ആളുകൾക്ക് മാത്രമേ ഉള്ളൂ. ഈ ഒരു 45 വർഷക്കാലം ഈ ഒരു മാറ്റങ്ങളില്ലാതെ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ നിലപാടുകളിലൊരു അതിൻ്റെ ഒരു ഊർജം ആവാഹിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യം. പക്ഷേ ബീന ഈ 45 വർഷക്കാലവും അത് മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ബീന ആദ്യം എഴുതി തുടങ്ങി നമുക്കെല്ലാം അറിയാവുന്ന പോലെ ബീനയുടെ ക്ലാസിക് കൃതിയായിട്ട് പറയുന്ന ബീന കണ്ട റഷ്യയാണ്. അപ്പോൾ ബീനയെ പോലെ ഒരാൾ വളരെ ചെറുപ്പകാലത്ത് റഷ്യയിൽ പോവുകയും ആ റഷ്യൻ അനുഭവങ്ങൾ അതിനുശേഷവും അതിന് മുമ്പും ധാരാളം ആളുകൾ റഷ്യയിൽ പോയിട്ടുണ്ട്, റഷ്യയിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ബീനയാണ് സത്യത്തിൽ ആ റഷ്യയുടെ ആ ജീവിതാവസ്ഥകളെക്കുറിച്ചും അതിൻ്റെ സാമൂഹ്യ ക്രമങ്ങളെക്കുറിച്ചും അതിൻ്റെ രാഷ്ട്രീയ പരിണാമങ്ങളെക്കുറിച്ചും ഒക്കെ വളരെ വിശദമായും വളരെ ലളിതമായും ആദ്യമായിട്ട്, എനിക്ക് തോന്നുന്നു വളരെ ലളിതമായ ഭാഷയിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ബീനയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ പുസ്തകം വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടത്. കാരണം ബീന ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, ഞാൻ ഈ പുസ്തകം എഴുതാൻ വേണ്ടി വായനശാലകളിലൊക്കെ പോയിരുന്ന ധാരാളം പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്, ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിലൂടെയാണ് ഞാൻ ഈ പുസ്തകത്തിലേക്ക് എത്തിയതെന്നുണ്ട്. വെറുതെ ഒരു കാഴ്ചകളോ അല്ലെങ്കിൽ അനുഭവങ്ങളോ അല്ലെങ്കിൽ യാത്രകളോ അവിടുത്തെ ഭക്ഷണമൊന്നും അല്ല ബീന എഴുതാൻ ശ്രമിച്ചത്. മറിച്ച് സോവിയറ്റ് യൂണിയൻ്റെ അന്നത്തെ റഷ്യയുടെ ഒരു പ്രധാനപ്പെട്ട ജീവിത രീതികളെക്കുറിച്ചും അതിൻ്റെ സാമൂഹ്യ മാറ്റങ്ങളെക്കുറിച്ചും ഒക്കെ തന്നെ അവതരിപ്പിക്കാനാണ് ബീന കണ്ട റഷ്യ എന്ന് പറയുന്ന പുസ്തകത്തിലൂടെ അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. പക്ഷെ ഇന്നും വീണ്ടും ആ പുസ്തകം എടുത്ത് വായിച്ചപ്പോൾ ഇപ്പോഴും ആ പുസ്തകത്തിന് വളരെയേറെ പ്രസക്തി ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ നിന്നാണ് ബീന സഞ്ചാര സാഹിത്യത്തിലേക്ക് എത്തിയത്. പക്ഷെ സഞ്ചാര സാഹിത്യത്തിലെ ധാരാളം വഴികളിലേക്ക് പിന്നീട് ബീന സഞ്ചരിക്കുകയും ചെയ്തു. ധാരാളം സഞ്ചാര സാഹിത്യ കൃതികളുണ്ട്. ബ്രഹ്മപുത്രയിലെ വീട് എന്ന് പറയുന്ന പുസ്തകം എനിക്ക് തോന്നുന്നു ഞാൻ അടുത്ത കാലത്താണ് വായിച്ചത്. അന്ന് കലാകൃതി 2003 ആസാം യാത്ര എന്ന് പറഞ്ഞ പേരിലൊക്കെയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അതിനുശേഷമാണ് ബ്രഹ്മപുത്രയിലെ വീട് എന്ന പേരിൽ ആ പുസ്തകം വീണ്ടും
പബ്ലിഷ് ചെയ്തു. പക്ഷെ ബ്രഹ്മപുത്രയിലെ വീട് വായിക്കുമ്പോൾ സത്യത്തിൽ അത് പലതരത്തിലുണ്ട്. അത് ബീനയുടെ ജീവിതം അതിലുണ്ട്, ബീനയുടെ പ്രവാസ ജീവിതം അതിലുണ്ട്, ബ്രഹ്മപുത്രയുടെ ജീവിതമുണ്ട്, ആസാമിലെ രാഷ്ട്രീയ സാമൂഹ്യ മാറ്റങ്ങൾ അതിലുണ്ട്. അങ്ങനെ വിവിധ അടവുകളിലൂടെയാണ് ആ ബ്രഹ്മപുത്രയിലെ വീട് എന്ന് പറയുന്ന പുസ്തകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ ചുവടുകൾ എന്നൊരു പുസ്തകമുണ്ട്, ചുവടുകൾ. ഈ ചുവടുകളിൽ വായിച്ചപ്പോൾ ചുവടുകളിലെ 16 ലേഖനങ്ങളാണ്. ആ 16 ലേഖനങ്ങളുടെ അകത്തിലും ആ യാത്രയുടെ അനുഭവങ്ങളാണ്. പക്ഷെ അതൊരു യാത്രാ അനുഭവമായിട്ടല്ല കാണുന്നത്, മറിച്ച് ഒരു ധാരാളം കണ്ടുമുട്ടിയ ധാരാളം മനുഷ്യരുടെ കടന്നുപോയ സമൂഹത്തിൻ്റെയൊക്കെ അനുഭവങ്ങളായിട്ടാണ് ആ ചുവട് എന്ന് പറയുന്ന ആ പുസ്തകം. അപ്പോൾ അതും ഒരു യാത്രാ വിവരണമാണ്. അത് വളരെ എനിക്ക് തോന്നുന്നു, ഞാൻ അതിനെ കാണുന്ന ആ പുസ്തകത്തെ, ചുവടുകൾ എന്ന് പറയുന്ന പുസ്തകത്തെ കാണുന്നത് അതൊരു യാത്രാ വിവരണ ഗ്രന്ഥം എന്നതിനപ്പുറത്തേക്ക് അതൊരു ചെറുകഥയുടെ സമാഹാരമായിട്ട് നമുക്ക് വായിക്കാൻ കഴിയും. കാരണം അതിന് ആദിമധ്യാന്തമുള്ള ഒരു നറേഷനുണ്ട്. അതിന്റെ തുടക്കവും അവസാനവും ഒക്കെ തന്നെ ഒരു കഥയുടെ മൗനങ്ങളും കഥയ്ക്കുള്ളിലെ ജീവിതത്തിന്റെ മൗനങ്ങളും ഒക്കെ ചേർത്തുകൊണ്ടുള്ള ഒരു കഥാഘടനയാണ് ആ ചുവടുകൾ എന്ന് പറയുന്ന ആ പുസ്തകത്തിൽ. അപ്പൊ അങ്ങനെ ഈ യാത്രാ വിവരണത്തെ ഒരു പ്രത്യേക കലയാക്കി മാറ്റി എന്നുള്ളതാണ്. കാരണം സാധാരണ 1970 80-കളിലും ഒക്കെ 90-കളിൽ പോലും ഒരു സ്ത്രീ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുക എന്ന് പറയുന്നത് കേരളീയ സമൂഹത്തെ സംബന്ധിച്ചോളം വളരെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായി. ഒരു സ്ത്രീ ഒറ്റയ്ക്ക് വണ്ടി കയറി ലോകം സഞ്ചരിക്കുക എന്നൊക്കെ ഇന്ന് പക്ഷേ വളരെ സാധ്യമാണ്. പക്ഷെ അങ്ങനെ എനിക്ക് തോന്നുന്നു ആദ്യകാലത്ത് അത്തരത്തിലുള്ള ഒരു സഞ്ചാര സാഹിത്യ കൃതി എഴുതിയ സ്ത്രീകൾ വളരെ 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 കുറവാണ്. ആദ്യം ക്രിസ്ത്യൻ പൊറ്റയ്ക്കാണോ അല്ലെങ്കിൽ സക്കറിയ കാക്കനാടൻ രവീന്ദ്രൻ എന്നൊക്കെ പറയുന്ന വലിയ പ്രതിഭാശാലികളായിരുന്നു ആ ഒരു കാലത്ത് എഴുതിക്കൊണ്ടിരുന്നത്. അതിൽ നിന്ന് മാറി ഇന്ന് സ്ത്രീകൾ ധാരാളം. ഇന്ന് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്നവരും ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ എഴുതുന്നു, യാത്രാവിവരണങ്ങൾ എഴുതുന്ന സ്ത്രീകളാണെന്ന് തോന്നി. അടുത്ത കാലത്ത് നന്ദിനി മേനോൻ അല്ലെങ്കിൽ അങ്ങനെ ധാരാളം പേരുടെ പേര് ഓർക്കാൻ പറ്റും. അങ്ങനെയുള്ളവരൊക്കെ ധാരാളം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്ത്. അപ്പൊ അതിനൊക്കെ മുമ്പ് തന്നെ ഇങ്ങനെയുള്ള സ്ത്രീകൾ യാത്ര ചെയ്യുന്നതിന് മുമ്പ് തന്നെ ബീന യാത്ര ചെയ്തുകൊണ്ടുള്ളതാണ്. ബീനയുടെ യാത്ര ഇന്ത്യക്കകത്തെ ഗ്രാമങ്ങളിലൂടെയാണ് ബീന യാത്ര ചെയ്തുകൊണ്ടുള്ളത്. ബീന യാത്ര വളരെ 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 എന്താ പറയുന്നത് വളരെ റിമോട്ടായിട്ടുള്ള ഏരിയകളിലൂടെ, അതുപോലെ തന്നെ സന്താൾ വർഗത്തിന്റെ ഒക്കെ ജീവിതത്തിലൂടെയാണ് ബീന യാത്ര ചെയ്തത്. അപ്പൊ അതൊക്കെ ഒരു പ്രത്യേക തരത്തിലുള്ള അനുഭവങ്ങളാക്കി തന്നെ ആവശ്യം. അത് ചന്ദ്രൻ ടീച്ചർ പറയുന്നുണ്ട്, ബീന എഴുതുന്നതൊക്കെ അനുഭവങ്ങളല്ല, അനുഭവ ആവിഷ്കാരങ്ങളാണെന്ന് പിന്നെ ഇതിലൂടെ പറയുകയും ചെയ്തു. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ട്രീം ബീന എഴുതിക്കൊണ്ടിരുന്നു. ഇങ്ങനെ പലതരത്തിലുള്ള സ്ട്രീമുകളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ബീനയുടെ എഴുത്തിനെ ഒരു നിർവചനത്തിലേക്ക് ഒതുക്കാൻ കഴിയില്ല. കാരണം ഏതെങ്കിലും ഒരു സമവാക്യത്തിൽ ഒതുക്കി നിർത്തിക്കൊണ്ട് ബീനയുടെ എഴുത്തിനെ നമുക്ക് മാറ്റാൻ കഴിയില്ല. മറിച്ച് ബീന പല പല ലോകത്തേക്കും പലതരം വൈവിധ്യങ്ങളിലേക്കുമാണ് ബീന എഴുതിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഈ 45 വർഷക്കാലത്തെ ബീനയുടെ എഴുത്ത് ജീവിതത്തിന്റെ പ്രധാന സവിശേഷത എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ഞാൻ വളരെ ധാരാളം പേര് ഇവിടെ സംസാരിക്കാനുണ്ട്. ഞാൻ അതിലേക്ക് ഒന്നും കടക്കുന്നില്ല. എന്തായാലും ഈ 45 വർഷം ആഘോഷിക്കുമ്പോൾ ഇനിയും ബീനയുടെ വളരെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ബീനയുടെ ശൈലിയെക്കുറിച്ചാണ്. ബീന വളരെ സരളമായ രീതിയിലാണ് എഴുതുന്നത്. കൊച്ചു കൊച്ചു വാക്യങ്ങളിലൂടെ, കൊച്ചു സെന്റൻസുകളിലൂടെ വളരെ ലളിതമായിട്ടാണ് ബീന ഇതൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു ബീനയ്ക്ക് ഒരു വലിയ ഒരു ആഖ്യായി എഴുതാൻ പോലെയുള്ള ഒരു കരുത്തും ഒരു ശേഷിയും ബീനയ്ക്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ഈ 45 വർഷക്കാലത്തെ എഴുത്ത് ജീവിതം അടയാളപ്പെടുത്തുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വിളിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്, സ്നേഹമുണ്ട്, ആദരവുണ്ട്. നന്ദി, നമസ്കാരം.